അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു നേഷൻ ബിൽഡിംഗ്. രാഷ്ട്ര നിർമ്മാണത്തെ സ്വാധീനിക്കുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് അടുത്ത് പഠിക്കാനുള്ളത്. രാഷ്ട്ര നിർമ്മാണത്തെ സ്വാധീനിക്കുന്ന നിരവധി ഫാക്ടേഴ്സ് ഉണ്ട്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു നേഷൻ ബിൽഡിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഫസ്റ്റ് പോയിന്റ്, രാഷ്ട്ര നിർമ്മാണത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ലിറ്ററസിയാണ്. എന്താ ലിറ്ററസി? നമുക്കറിയാം, സാക്ഷരത. ലിറ്ററസി അല്ലെങ്കിൽ സാക്ഷരത ഉള്ള രാജ്യങ്ങളിൽ, സാക്ഷരത കൂടുതൽ ഉള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഉയർന്ന സാക്ഷരത നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ രാഷ്ട്ര നിർമ്മാണം അല്ലെങ്കിൽ നേഷൻ ബിൽഡിംഗ് ഈസിയാണ്, എളുപ്പമാണ്. രാഷ്ട്ര നിർമ്മാണത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ, രാഷ്ട്ര നിർമ്മാണത്തെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകം, ഫസ്റ്റ് ഫാക്ടർ ലിറ്ററസിയാണ്. ഹൈ ലിറ്ററസി ഈസ് എസെൻഷ്യൽ ഫോർ നേഷൻ ബിൽഡിംഗ്. ഉയർന്ന സാക്ഷരതയിൽ അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്നത് എന്തിനാവശ്യമാണ്? നേഷൻ ബിൽഡിങ്ങിന്, രാഷ്ട്ര നിർമ്മാണത്തിന് ആവശ്യമാണ്. ആ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കാം. രണ്ടാമത്തത് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം. ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ വ്യവസായവൽക്കരണം രാഷ്ട്ര നിർമ്മാണത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. എങ്ങനെയാണ് ഇൻഡസ്ട്രിയലൈസേഷനിലൂടെ രാഷ്ട്ര നിർമ്മാണത്തിലേക്ക് എത്തുന്നത്? നമുക്കറിയാം, ഇൻഡസ്ട്രിയലൈസേഷനിലെ വ്യവസായവൽക്കരണം ഫാക്ടറി സിസ്റ്റം ഇത് രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കും. ഇത് സ്വാഭാവികമായിട്ടും രാജ്യത്തെ എന്തിലേക്ക്? നേഷൻ ബിൽഡിങ്ങിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ പറയുന്നു എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് എലമെന്റ് വിച്ച് ഡിറ്റർമിൻസ് ദ പ്രോസസ് ഓഫ് നേഷൻ ബിൽഡിംഗ്. തേർഡ്, മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ പറയുന്നു മാസ് മീഡിയ. ബഹുജന മാധ്യമങ്ങൾ രാഷ്ട്ര നിർമ്മാണത്തെ സ്വാധീനിക്കുന്നു. ബഹുജന മാധ്യമങ്ങൾ എങ്ങനെയാണ് രാഷ്ട്ര നിർമ്മാണത്തെ സ്വാധീനിക്കുന്നത്? മാസ് മീഡിയ പ്ലേ ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ നേഷൻ ബിൽഡിംഗ്. രാഷ്ട്ര നിർമ്മാണത്തിൽ ബഹുജന മാധ്യമങ്ങൾ വളരെ മികച്ച റോളാണ് വഹിക്കുന്നത്. മികച്ച മാധ്യമങ്ങൾ അത് രാഷ്ട്ര നിർമ്മാണത്തെ സഹായിക്കുന്ന ഘടകമാണ്. മികച്ച മാധ്യമങ്ങൾ മികച്ച രീതിയിലുള്ള ആർട്ടിക്കിളുകൾ, വാർത്തകൾ കൊടുത്ത് ദേശസ്നേഹം പ്രകടിപ്പിക്കുകയും അതുവഴി രാഷ്ട്ര നിർമ്മാണം രൂപപ്പെടുകയും ചെയ്യുന്നു. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഗുഡ് ലീഡർഷിപ്പാണ്. മികച്ച നേതൃത്വം നേഷൻ ബിൽഡിങ്ങിന് അത്യാവശ്യമാണ്. മികച്ച നേതൃത്വം ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയ, നേഷൻ ബിൽഡിംഗ് എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. കാരണം നമുക്കറിയാം, കമ്മിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അർപ്പണബോധമുള്ള അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആത്മാർത്ഥതയുള്ള ഒരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ, അർപ്പണബോധവും ആത്മാർത്ഥതയുമുള്ള, അതായത് കമ്മിറ്റഡും ഡെഡിക്കേറ്റഡുമായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ, ഒരു ഗുഡ് ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്ര നിർമ്മാണം അല്ലെങ്കിൽ നേഷൻ ബിൽഡിംഗ് എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മികച്ച നേതൃത്വമില്ലെങ്കിൽ ഒരു പ്രദേശത്തെ ഭരണം വളരെ മോശമാണ്, വളരെ മോശപ്പെട്ട ഭരണാധികാരിയാണ്, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വളരെ വൾഗറാണ്, ആ രാജ്യത്ത് ഉയർച്ച ഉണ്ടാകില്ല, ആ രാജ്യത്ത് രാഷ്ട്ര നിർമ്മാണം അല്ലെങ്കിൽ നേഷൻ ബിൽഡിംഗ് എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല, ആ രാജ്യം കൊളാപ്സ് ചെയ്യും, തകർച്ച ഉണ്ടാകുകയും ചെയ്യും. മറ്റൊരു പോയിന്റ് ഡെമോക്രസിയാണ്. ജനാധിപത്യം രാഷ്ട്ര നിർമ്മാണത്തെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറാണ്. നമുക്കറിയാം, ഡെമോക്രസിയാണ് ഏറ്റവും നല്ല സിസ്റ്റം. ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഭരണവ്യവസ്ഥകളിൽ ഏറ്റവും നല്ല സിസ്റ്റമായിട്ട് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ജനാധിപത്യത്തെയാണ്. കാരണം ഡെമോക്രസി ഈസ് ദ ബെസ്റ്റ് ഗ്യാരണ്ടർ ഓഫ് ദ ലിബർട്ടി ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ലിബർട്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഡെമോക്രസിയാണ്. ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്തെ ജനങ്ങൾക്കാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ളത്. ഏറ്റവും കൂടുതൽ ലിബർട്ടി ലഭിക്കുന്നത് ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി നിലനിൽക്കുന്ന രാജ്യത്തെ ജനങ്ങൾക്കാണ്. കാരണം നമുക്കറിയാം, രാജഭരണം ആണ് നിലനിൽക്കുന്നതെങ്കിൽ, മൊണാർക്കിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ് നിലനിൽക്കുന്നതെങ്കിൽ, രാജഭരണം നമുക്കറിയാം എന്താണ് അതിൻ്റെ ദോഷവശങ്ങളെന്ന് ഇന്ത്യക്ക് നല്ല അനുഭവമുള്ളതാണ്. ഈ രാജഭരണ കാലത്താണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത്. ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ ശക്തികളുടെ കയ്യിലാകുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇതൊരു ഹെയറാർക്കിക്കൽ സിസ്റ്റമാണ്, പിന്തുടർച്ചാവകാശമാണ് രാജഭരണം എന്ന് പറയുന്നത്.
ഒരു കുടുംബത്തിലുള്ളവർ അധികാരം കൈയാളുന്നു. അവരെ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്നതല്ല, പരമ്പരാഗതമായിട്ട് ഇവർ തന്നെ അധികാരത്തിലെത്തുന്നു. അപ്പം മോശപ്പെട്ട ഭരണം കാഴ്ചവെച്ചാലും ഇവരെ പുറത്താക്കാൻ കഴിയില്ല. ചില രാജാക്കന്മാർ, ചില ഭരണാധികാരികൾ മോശപ്പെട്ട ഭരണമാണെങ്കിലും അത് സഹിക്കുകയേ ജനങ്ങൾക്ക് നിവർത്തിയുള്ളൂ. അതുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോവുക, അതേ നിവർത്തിയുള്ളൂ. ഒരുപാട് ഡിഫക്റ്റുകൾ അതിനുണ്ട്. മോശപ്പെട്ട ഭരണം വന്നാലും ധൂർത്തും ഖജനാവ് കാലിയാകുന്ന അവസ്ഥയൊക്കെ മറ്റ് പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാജഭരണം ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ അയൽ രാജ്യമായ ഇന്ത്യയിൽ നിന്നും വിഭജിച്ച് ഫോം ചെയ്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ ജനാധിപത്യ സിസ്റ്റമാണ് നിലനിൽക്കുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവിടെ പട്ടാള അട്ടിമറിയിലൂടെ അധികാരം ജനാധിപത്യ ഗവൺമെന്റിനെ പുറത്താക്കിക്കൊണ്ട് അവിടെ ആർമി തലവൻ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപൻ അധികാരം പിടിച്ചെടുക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്നിട്ട് ഒരു ഓട്ടോക്രാറ്റിക് റൂളാണ് അവിടെ പിന്തുടരുന്നത്. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഭരിക്കുക, മറ്റ് ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം ഫ്രീസ് ചെയ്തുകൊണ്ട്, ജുഡീഷ്യറിയെ പോലും ഫ്രീസ് ചെയ്തുകൊണ്ട് സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച് ഭരണം നടത്തുന്ന ഒരു പുതിയ സിസ്റ്റത്തിനാണ് പാകിസ്ഥാൻ പലപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. അതിൻ്റെയും തിന്മ വശങ്ങൾ നമുക്കറിയാം. ഈ പട്ടാള ഭരണത്തിൻ്റെ മറ്റ് പല രാജ്യങ്ങളിലും നിലനിൽക്കുന്ന മറ്റൊരു വ്യവസ്ഥയാണ് ഡെമോക്രാറ്റിക് സിസ്റ്റം. ഈ സിസ്റ്റമാണ് ബെസ്റ്റ് സിസ്റ്റം ആയതുകൊണ്ടാണ് ഇന്ത്യ ഇതിനെ കടമെടുത്തിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്ന് വിലയിരുത്തപ്പെടുന്ന ഡെമോക്രാറ്റിക് സിസ്റ്റം ഇന്ത്യ കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ മികച്ച ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ മാത്രമേ എന്ത് നിലനിൽക്കുകയുള്ളൂ? നേഷൻ ബിൽഡിംഗ് എന്ന പ്രോസസ്സ് നിലനിൽക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നേഷൻ ബിൽഡിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ആദ്യ പോയിന്റിൽ നമ്മൾ പറഞ്ഞു ലിറ്ററസി, സാക്ഷരത. രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞു മാസ് മീഡിയ, ബഹുജന മാധ്യമങ്ങൾ. മൂന്നാമത്തെ പോയിന്റ് ഗുഡ് ലീഡർഷിപ്പ്, മികച്ച നേതൃത്വം. ആൻഡ് ലാസ്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം. ഈ ഫാക്ടേഴ്സ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നേഷൻ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നേഷൻ ബിൽഡിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഓക്കെ, നെക്സ്റ്റ് കോൺസിക്വൻസസ് ഓഫ് ദ പാർട്ടീഷൻ ആണ് അടുത്ത പഠിക്കാൻ. വിഭജനത്തിൻ്റെ കോൺസിക്വൻസസ് അല്ലെങ്കിൽ അനന്തരഫലങ്ങൾ. ഇന്ത്യ വിഭജിക്കപ്പെട്ടതിന് ശേഷം, ഇന്ത്യ ഇൻഡിപെൻഡൻ്റായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം, ഇൻഡിപെൻഡൻ്റ് ആയതോടൊപ്പം തന്നെ ഇന്ത്യ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്യപ്പെടുകയും ചെയ്തു. ഇന്ത്യ വിഭജിക്കപ്പെടുകയും ചെയ്തു. ഇന്ത്യ വിഭജിച്ചതിന് ശേഷം എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്തത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ കോൺസിക്വൻസ് ഫേസ് ചെയ്തത് മാത്രമല്ല, അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ പരിണിത ഫലങ്ങൾ, അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ വിഭജനത്തിൻ്റെ പ്രധാന അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യ വിഭജനത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ട്രാൻസ്ഫർ ഓഫ് പോപ്പുലേഷൻ ആൻഡ് മാസക്കർ ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ പലായനവും, അവരുടെ ട്രാൻസ്ഫർ, പലായനവും മാസക്കർ, കൂട്ടക്കൊലയും. ജനങ്ങളുടെ പലായനവും കൂട്ടക്കൊലയുമായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതായത് 47 ഓഗസ്റ്റ് 15 ഇന്ത്യ വിഭജിക്കപ്പെട്ടു. വിഭജിക്കപ്പെട്ട സമയത്ത് പെട്ടെന്നൊരു ദിവസം ഇന്ത്യ വിഭജിക്കപ്പെടുകയാണ് ചെയ്തത്. ഈ വിഭജിച്ച സമയത്ത് അനൗൺസ് ചെയ്തു മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ എന്ന രാജ്യം. ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾക്ക് മൗണ്ട് ബാറ്റൺ പ്ലാനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഇന്ത്യൻ യൂണിയനിൽ നിലനിൽക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, അല്ലെങ്കിൽ അവരുടെ മറ്റൊരു ഓപ്ഷൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് നിലനിൽക്കാം. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾക്ക് ഉള്ള ഒരു പ്രധാന ഓപ്ഷനായിരുന്നു. അപ്പോൾ ഇതിൽ ജനങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്ക് ചില മുസ്ലിം വിഭാഗങ്ങൾ, ഒരു വിഭാഗം ഇന്ത്യയിലെ, ഒരു വിഭാഗമല്ല, ഇന്ത്യയിലെ ഭൂരിഭാഗം മുസ്ലിങ്ങളും പാകിസ്ഥാനിലേക്ക് കുടിയേറ്റം നടത്തി. അപ്പോൾ ജനങ്ങൾ പാകിസ്ഥാനിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശം, പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഇന്നത്തെ പാകിസ്ഥാനും കിഴക്ക് ഭാഗത്തുള്ള ഇന്നത്തെ ബംഗ്ലാദേശും, ഇത് രണ്ടും പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു. പിന്നീടാണ് പാകിസ്ഥാൻ ഡിവൈഡ് ചെയ്ത് ബംഗ്ലാദേശ് എന്ന പുതിയ രാഷ്ട്രം രൂപം കൊള്ളുന്നത്. അതിന് വരുന്ന ചാപ്റ്ററിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്നാമത്തെ കോൺസിക്വൻസ് ട്രാൻസ്ഫർ ഓഫ് പോപ്പുലേഷൻ ആൻഡ് മാസക്കർ ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ പലായനവും കൂട്ടക്കൊലയുമായിരുന്നു. അതിർത്തി കടന്ന് പാകിസ്ഥാനിലെ ഹിന്ദു സിഖ് വിഭാഗങ്ങൾ, സിഖ് മതക്കാർ, അതുപോലെ തന്നെ ബുദ്ധ ജൈന മതക്കാർ, ഹിന്ദു വിഭാഗങ്ങൾ, അവിടെ നിന്നുണ്ടായിരുന്ന ജനവിഭാഗങ്ങൾ, പാകിസ്ഥാന്റെ ഭൂപ്രദേശത്ത് ഉണ്ടായിരുന്ന ജനങ്ങൾ ഇന്ത്യയിലേക്കും, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മുസ്ലിം
ജനവിഭാഗങ്ങൾ പാകിസ്ഥാനിലേക്കും പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഈ പോകുന്ന സമയത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇവർ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ജനങ്ങൾ പലായനം ചെയ്യുന്ന സമയത്ത് വലിയ അതിർത്തികളുണ്ട്. ഇന്ത്യയുടെയും പാകിസ്ഥാനും ബോർഡറുണ്ട്, അതിർത്തി പ്രദേശത്ത് വലിയ സംഘർഷങ്ങൾ ഉണ്ടായി. ഒരുപാട് പേരുടെ മരണത്തിനത് കാരണമായി. നിരവധി ആൾക്കാർ മരണപ്പെട്ടു, കൊലപാതകങ്ങൾ നടന്നു. അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും പോലും ആക്രമിക്കപ്പെട്ടു. നിരവധി സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി. നിരവധി പ്രശ്നങ്ങളാണ് അന്ന് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. കാരണം കലാപഭൂമിയായി മാറി. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഭൂപ്രദേശങ്ങൾ ഒരു കലാപഭൂമിയായി മാറി. ഇന്ത്യയിലെ ജനങ്ങൾ പാകിസ്ഥാനിലെ ജനങ്ങളും തമ്മിൽ പെട്ടെന്ന്, അതുവരെ ഒറ്റ രാഷ്ട്രമായി നിലനിന്നിരുന്ന ജനവിഭാഗങ്ങളാണ് പെട്ടെന്ന് രണ്ട് രാഷ്ട്രങ്ങളായി വേർതിരിഞ്ഞ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം വെട്ടിമരിക്കുന്ന, ആക്രമിക്കുന്ന ദയനീയമായ കാഴ്ചയ്ക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ ഇന്ത്യ വിഭജനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ട്രാൻസ്ഫർ ഓഫ് പോപ്പുലേഷൻ ആൻഡ് മാസക്കർ ഓഫ് പീപ്പിൾ. അഭയാർത്ഥികളുടെ ജനങ്ങളുടെ പ്രവാഹവും അതുപോലെ തന്നെ കൂട്ടക്കൊലയുമായിരുന്നു നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത് റെഫ്യൂജീസ് പ്രോബ്ലം. അഭയാർത്ഥികളുടെ പ്രശ്നമായിരുന്നു രണ്ടാമത്തെ പ്രശ്നം. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് എത്തിയ അഭയാർത്ഥികളും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ അഭയാർത്ഥികളും വളരെ ദയനീയമായ ജീവിതം നയിക്കേണ്ടി വന്നു. ദുരിതപൂർണമായ ജീവിതം അവർക്ക് നയിക്കേണ്ടി വന്നു. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയവർക്ക് വീടില്ല, അവർക്ക് പ്രത്യേകം മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭിച്ചില്ല. ആദ്യഘട്ടത്തിലെ കാര്യം നമ്മൾ പറയുന്നു, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭിച്ചില്ല, സ്വന്തമായി താമസിക്കാൻ വീടില്ല, ഭൂമിയില്ല, ആഹാരത്തിന് പോലും അവർ ബുദ്ധിമുട്ടി. പലരും ക്യാമ്പുകളിൽ ജീവിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. തിരിച്ച് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലെത്തിയവർക്കും ഇതേ അവസ്ഥ തന്നെയാണ്. അതിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലെത്തിയവരുടെ അവസ്ഥ ഇതിലും ദുരിതപൂർണമായിരുന്നു. വളരെയേറെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പലരും ക്യാമ്പുകളിൽ മൃഗതുല്യമായ, നരകതുല്യമായ ജീവിതം അനുഭവിക്കേണ്ടി വന്നു. പരസ്പരം ഒരു പരിചയവുമില്ലാത്ത ആൾക്കാർ തമ്മിൽ 500-1000 ആൾക്കാരൊക്കെയാണ് വലിയ ക്യാമ്പുകളിൽ ടെൻ്റ് അടിച്ച് ആ ക്യാമ്പുകളിൽ താമസിക്കേണ്ടി വന്നത്. യാതൊരു സുരക്ഷിതത്വവുമില്ല. സ്ത്രീകളും കുട്ടികളുമൊക്കെ വളരെയേറെ വിവേചനങ്ങൾക്ക്, വളരെ വലിയ പീഡനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഇരയാകേണ്ടി വന്നു. വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. നമുക്ക് മനസ്സിൽ ഒന്ന് കണ്ടു നോക്കണം ആ ഒരു സാഹചര്യം എന്തായിരിക്കുമെന്ന്. ജനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി താമസിക്കുന്നു. താമസിക്കാൻ വീടില്ല, ആഹാരമില്ല, മറ്റ് സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരവസ്ഥ. അപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലം റെഫ്യൂജീസ് പ്രോബ്ലം ആയിരുന്നു. മൂന്നാമത്തെ മറ്റൊരു പ്രോബ്ലം ഡിവിഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ആൻഡ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഇവിടെ സ്വത്തിൻ്റെയും സാമ്പത്തിക ആസ്തിയുടെയും വിഭജനമായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി. സ്വത്തും സാമ്പത്തിക ആസ്തിയും വിഭജിക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യയിൽ വസ്തുവും അതുപോലെ തന്നെ നല്ല സാമ്പത്തിക ശേഷിയുമുള്ള ആൾക്കാർ പാകിസ്ഥാനിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് അവരുടെ പ്രോപ്പർട്ടി നഷ്ടമാകും, വീട് നഷ്ടമാകും. അതിന് പകരം പാകിസ്ഥാനിൽ വീട് ലഭിക്കില്ല. ചിലപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവരുടെ അവസ്ഥ അതുപോലെ തന്നെ അവരുടെ പ്രോപ്പർട്ടികൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ വീട് നഷ്ടപ്പെടും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും അതുപോലെ തന്നെ ഇത് കൃത്യമായി വിഭജിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണെങ്കിൽ അഴിമതി കാട്ടുകയും ചെയ്യും. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ് ആ കാലഘട്ടത്തിൽ സൃഷ്ടിച്ചത്. അഭയാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇരു രാജ്യങ്ങളിലേക്കും അവർ യാത്രകൾ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷെ അവർക്ക് സ്വത്തും സാമ്പത്തിക ആസ്തിയും കൃത്യമായി വീതം വെച്ചെടുക്കുവാൻ സാധിച്ചില്ല. അതിന് ഗവൺമെൻറ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇരു ഗവൺമെൻറ്റുകളും അതിൽ പരാജയമായി നമുക്ക് പറയാം. ഇന്ത്യ ഗവൺമെൻറ്റും അതിൽ പരാജയപ്പെട്ടു, പാകിസ്ഥാൻ ഗവൺമെൻറ്റും അതിൽ പരാജയപ്പെട്ടു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം മൈനോറിറ്റീസിൻ്റെ പ്രോബ്ലമായിരുന്നു. മൈനോറിറ്റീസിൻ്റെ പ്രോബ്ലം ഓഫ് മൈനോറിറ്റീസ് ന്യൂനപക്ഷങ്ങൾ. എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങളെയാണ് മൈനോറിറ്റീസ് എന്ന് പറയുന്നത്, ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മൈനോറിറ്റീസ് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ മൈനോറിറ്റീസ് ആയിരുന്നു. ഇന്ത്യയിൽ ഭൂരിപക്ഷ വിഭാഗം ഹിന്ദുസ് ആയിരുന്നു. ഹിന്ദുക്കളാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം, മെജോറിറ്റി വിഭാഗം. ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗം, മുസ്ലിം കമ്മ്യൂണിറ്റി എടുത്താൽ അത് മൈനോറിറ്റി ആയിരുന്നു, എണ്ണത്തിൽ കുറവായിരുന്നു. എണ്ണത്തിൽ കുറവ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയതിന് മുമ്പേ നമ്മൾ പറഞ്ഞു. പക്ഷേ എല്ലാ മുസ്ലിങ്ങളും പാകിസ്ഥാനിലേക്ക് പോകാൻ തയ്യാറായില്ല.
ഒരു വിഭാഗം മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ മറ്റൊരു വിഭാഗം മുസ്ലിങ്ങൾ ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യയാണെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ തന്നെ ഇറങ്ങി. പാകിസ്ഥാനിലേക്ക് ഒരു വിഭാഗം മുസ്ലിങ്ങൾ പോയപ്പോൾ ബാക്കി വരുന്ന 12 ടോട്ടൽ പോപ്പുലേഷനിൽ 12% ഓഫ് പോപ്പുലേഷൻ മുസ്ലിംസ് ആയിരുന്നു, ഇന്ത്യൻ മുസ്ലിംസ് ആയിരുന്നു. 12% മുസ്ലിങ്ങൾ അപ്പോഴും ഇന്ത്യയിലുണ്ടായിരുന്നു. അവരെ സംരക്ഷിക്കുക, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതും ഒരു വലിയ ഇന്ത്യ ഗവൺമെൻറ് നേരിട്ട ഒരു വെല്ലുവിളിയായിരുന്നു. തിരിച്ച് ഇതേ അവസ്ഥ തന്നെ പാകിസ്ഥാനിലും ഉണ്ടായിരുന്നു. പാകിസ്ഥാനിൽ മുസ്ലിംസ് മെജോറിറ്റി ആയിരുന്നു. ഇന്ത്യയിൽ മൈനോറിറ്റി ആണെങ്കിൽ പാകിസ്ഥാനിൽ മുസ്ലിംസ് മെജോറിറ്റി ആയിരുന്നു. അവിടെ മൈനോറിറ്റി ഹിന്ദുസ് ആയിരുന്നു. ഹിന്ദുസ്, ബുദ്ധിസ്റ്റ്, ജൈനിസ്റ്റ് ഇവരൊക്കെ ആയിരുന്നു അവിടുത്തെ മൈനോറിറ്റീസ്. ഈ മൈനോറിറ്റീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയായിരുന്നു കടുത്ത വെല്ലുവിളി. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പലതരത്തിലുള്ള വെല്ലുവിളികളും നേരിട്ടു, പല ആക്രമണങ്ങൾക്കും വിധേയരായി. അതുപോലെ പാകിസ്ഥാനിൽ ഹിന്ദു വിഭാഗങ്ങളും പലതരത്തിലുള്ള ആക്രമണങ്ങൾക്കും വിധേയരാകേണ്ടി വന്നു. പലതരത്തിലുള്ള പ്രശ്നങ്ങളും അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. ഈ പ്രശ്നം ഇരു ഗവൺമെൻറ്റുകൾക്കും വലിയ ഒരു ദീർഘകാലം പരിഹരിക്കാനാകാത്ത ഒരു പ്രശ്നമായി നീണ്ടുപോവുകയും ചെയ്തു. ഏറെ പണിപ്പെട്ടാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പാർട്ടീഷന് കോൺസിക്വൻസസ്, അനന്തരഫലങ്ങൾ, പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. പോയിന്റ്സ് പ്രധാനമായും ഓർക്കണം. ഫസ്റ്റ്, ട്രാൻസ്ഫർ ഓഫ് പോപ്പുലേഷൻ ആൻഡ് മാസക്കർ ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ പലായനവും കൂട്ടക്കൊലയും. രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞു റെഫ്യൂജീസ് പ്രോബ്ലംസ്. മൈനോറിറ്റീസിൻ്റെ കാര്യം, റെഫ്യൂജി പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞു. അഭയാർത്ഥികളുടെ നേരിടേണ്ടി വന്ന പ്രധാന പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തത് ഡിവിഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ആൻഡ് ഫിനാൻഷ്യൽ അസറ്റ്സ്, സ്വത്തിൻ്റെയും സാമ്പത്തിക ആസ്തിയുടെയും ഡിവിഷൻ, വിഭജനമായിരുന്നു. ലാസ്റ്റ് വൺ അവസാനം പറഞ്ഞു പ്രോബ്ലം ഓഫ് റെഫ്യൂജീസ്, അഭയാർത്ഥികളുടെ പ്രശ്നമായിരുന്നു. പ്രോബ്ലം ഓഫ് മൈനോറിറ്റീസിൻ്റെ പ്രോബ്ലമായിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് അവസാനത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം പ്രത്യേകിച്ച് നോട്ട് ചെയ്തുകൊള്ളണം. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ച ക്വസ്റ്റ്യൻസ് വീട്ടിലിരുന്ന് നന്നായിട്ട് വർക്ക് ചെയ്യണം. അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് നോക്കണം. നോട്ട്സ് അയച്ചു തരുന്നുണ്ട്, ആ നോട്ട്സ് നോക്കി എല്ലാം ക്ലിയർ ചെയ്ത് പഠിച്ചുകൊള്ളണം. പഠിച്ച രണ്ട് ക്ലാസ്സിലും പഠിച്ച നോട്ട് കൂടെ തന്നെ പഠിച്ച് പോകണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു.